നമസ്കാരം. സഹകാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റിസർച്ച് മെത്തഡോളജി എന്ന ഏരിയയുടെ ഒരു ഇൻട്രൊഡക്ടറി ക്ലാസ് ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് റിസർച്ച് മെത്തഡോളജി തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. എന്താണ് റിസർച്ച് എന്ന് പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. റിസർച്ച് എന്നാൽ ഇൻ സിമ്പിൾ ടേംസ് ഇറ്റ് റെഫേഴ്സ് ടു സെർച്ച് ഫോർ നോളജ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സെർച്ചിനെയാണ് നമ്മൾ റിസർച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോളജ് അക്വയർ ചെയ്യുക എന്ന പർപ്പസോടുകൂടി നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് നമ്മൾ റിസർച്ച് എന്ന് വിശേഷിപ്പിക്കുന്നത്. റിസർച്ച് ഈസ് എ സയൻറ്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് സെർച്ച് ഫോർ ഇൻഫർമേഷൻ ഓൺ എ പർട്ടിക്കുലർ ടോപ്പിക് ഓർ ഇഷ്യൂ. ഒരു പർട്ടിക്കുലർ ടോപ്പിക് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇഷ്യൂവിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ സെർച്ച് ചെയ്യുന്നതിനുള്ള സിസ്റ്റമാറ്റിക് ആൻഡ് സയൻറ്റിഫിക് പ്രോസസ്സിനെയാണ് നമ്മൾ റിസർച്ച് എന്ന് വിശേഷിപ്പിക്കുന്നത്. അതായത് നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക്, അതിനെപ്പറ്റി ഇൻഡെപ്തായിട്ട് നോളജ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന സിസ്റ്റമാറ്റിക് ആൻഡ് സയൻറ്റിഫിക് ആക്ടിവിറ്റിയാണ് റിസർച്ച് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഇത് അൺനോണിൽ നിന്നും നോണിലേക്കുള്ളൊരു യാത്രയാണ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ വോയേജ് ഓഫ് ഡിസ്കവറി എന്ന് പറയാനായിട്ട് സാധിക്കും. അന്വേഷണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു യാത്ര, എന്തെങ്കിലും കണ്ടെത്താൻ വേണ്ടിയുള്ളൊരു യാത്രയാണ് റിസർച്ച്. നമുക്കറിയാത്തൊരു കാര്യത്തിൽ നിന്ന് അറിയാവുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേരുക അല്ലെങ്കിൽ നോളജ് അക്വയർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് റിസർച്ചിൻ്റെ മെയിൻ പർപ്പസ് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ റിസർച്ച് എന്ന് പറയുന്നത് നമ്മൾ മെയിൻലി രണ്ട് പർപ്പസിന് വേണ്ടിയിട്ടാണ് ചെയ്യാറുള്ളത്. ഒന്നെങ്കിൽ പുതിയൊരു ഫാക്റ്റ് അല്ലെങ്കിൽ പുതിയൊരു തിയറി ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള തിയറിയോ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റോ ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യുക എന്നുള്ള പർപ്പസോടുകൂടി. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി പരന്നതായിരുന്നു എന്ന ഒരു കണ്ടുപിടുത്തം ഉണ്ടായി. അതൊരു ഫാക്റ്റാണ്. പുതിയൊരു ഫാക്റ്റ് കണ്ടുപിടിച്ചു അല്ലെങ്കിൽ പുതിയൊരു തിയറി ഡെവലപ്പ് ചെയ്തെടുത്തു. അതിനുശേഷം വന്ന സയൻറ്റിസ്റ്റുകൾ, റിസർച്ചേഴ്സ് വീണ്ടും റിസർച്ച് ചെയ്ത് സ്റ്റഡി നടത്തി പ്രൂവ് ചെയ്തു ഭൂമി പരന്നതല്ല, ഭൂമിയുടെ ഷേപ്പ് പരന്നതല്ല, ഭൂമി ഉരുണ്ടതോ ജിയോയിഡ് ഷേപ്പോ ഉള്ളതായിട്ടുള്ള ഒന്നാണ് ഭൂമി എന്ന് കണ്ടെത്തുന്നു. അപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു തിയറി, അതിലെ പോരായ്മകൾ കണ്ടെത്തിക്കൊണ്ട് അതിനെ വെരിഫൈ ചെയ്ത് പുതിയൊരു തിയറി ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. അതും റിസർച്ചിൻ്റെ ഭാഗമായിട്ട് വരാം. അപ്പോൾ റിസർച്ചിന് രണ്ട് പർപ്പസാണുള്ളത്. ഒന്നെങ്കിൽ പുതിയൊരു ഫാക്റ്റിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റിനെ വെരിഫൈ ചെയ്യുക, ശരിയാണോ തെറ്റാണോ എന്ന് വെരിഫൈ ചെയ്യുന്നതിനെ നമുക്ക് റിസർച്ച് എന്ന് പറയാനായിട്ട് അല്ലെങ്കിൽ റിസർച്ചിൻ്റെ പർപ്പസ് എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പം റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സെർച്ച് ഫോർ നോളജ് ആണ്. ഇറ്റ്സ് എ സയൻറ്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് സെർച്ച് ഫോർ ഇൻഫർമേഷൻ ഓൺ എ പർട്ടിക്കുലർ ടോപ്പിക് ഓർ ഇഷ്യൂ. ഇതിന് രണ്ട് പർപ്പസ് ഉണ്ട്. ഒന്നെങ്കിൽ പുതിയൊരു ഫാക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റിനെ വെരിഫൈ ചെയ്യുക. റിസർച്ച് എന്ന വാക്കിൻ്റെ ഒറിജിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റിഷേഷെ എന്ന മിഡിൽ ഫ്രഞ്ച് ടേമിൽ നിന്നാണ് റിസർച്ച് എന്ന വാക്ക് ഒറിജിനേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. റിഷേഷെ എന്ന മിഡിൽ ഫ്രഞ്ച് ടേമിൽ നിന്നും. റിഷേഷെ എന്ന മിഡിൽ ഫ്രഞ്ച് ടേമിൻ്റെ അർത്ഥം ടു ഗോ എബൌട്ട് സീക്കിംഗ് എന്നാണ്. അന്വേഷിക്കുക എന്ന അർത്ഥം വരുന്ന റിഷേഷെ എന്ന മിഡിൽ ഫ്രഞ്ച് ടേമിൽ നിന്നാണ് റിസർച്ച് എന്ന വാക്ക് ഒറിജിനേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. റിസർച്ച് എന്ന വാക്കിന് രണ്ട് പാർട്സ് ഉണ്ട്. റീ എന്നൊരു പാർട്ടും സെർച്ച് എന്നൊരു പാർട്ടും. റീ എന്ന പാർട്ടിൽ അല്ലെങ്കിൽ റീ എന്ന പാർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എഗെയിൻ എന്നാണ്. റീ എന്ന പാർട്ടിൻ്റെ അർത്ഥം എഗെയിൻ എന്നും സെർച്ച് എന്ന വാക്കിൻ്റെ അർത്ഥം ടു ഫൈൻഡ് എന്നുമാണ്. അപ്പം എന്തെങ്കിലും ഒരു ആസ്പെക്റ്റിനെ പറ്റി ഒന്നും കൂടെ ഒന്ന് അന്വേഷിക്കുക, അല്ലെങ്കിൽ ഒരു ഫിനോമിനെ പറ്റി എഗെയിൻ ആൻഡ് എഗെയിൻ സെർച്ച് ചെയ്യുന്നതിനെയാണ് റിസർച്ച് എന്ന് പറയുന്നത്. റിസർച്ച് ഇസ് എ പ്രോസസ് ടു ഡിസ്കവർ ന്യൂ നോളജ് ടു ഫൈൻഡ് ആൻസർ ടു എ ക്വസ്റ്റ്യൻ. അതായത് റിസർച്ചിൻ്റെ സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യന് ആൻസർ കണ്ടെത്തുക എന്നുള്ളതാണ് റിസർച്ചിൻ്റെ പർപ്പസ്. ആ ക്വസ്റ്റ്യനെ ഡിഫൈൻ ചെയ്തുകൊണ്ട് അതിന് സൊല്യൂഷൻ കണ്ടെത്താനുള്ള ഡേറ്റ കളക്ട് ചെയ്ത് അതിനെ അനലൈസ് ചെയ്ത് ഒരു സൊല്യൂഷനിലേക്ക് എത്തിച്ചേരുക എന്നതാണ് റിസർച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിസർച്ചിൻ്റെ ഒരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ സിസ്റ്റമറ്റൈസ്ഡ് എഫേർട്ട് ടു ഗെയിൻ ന്യൂ നോളജ് അക്വയർ ചെയ്യാനുള്ള ഒരു സിസ്റ്റമറ്റൈസ്ഡ് എഫേർട്ടാണ് റിസർച്ച് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ റിസർച്ച് ഈസ് ആൻ ഓർഗനൈസ്ഡ് ആൻഡ് സിസ്റ്റമാറ്റിക് വേ ഓഫ് ഫൈൻഡിങ് ആൻസർ ടു എ ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യന് ആൻസർ കണ്ടെത്താനുള്ള സിസ്റ്റമറ്റൈസ്ഡ് ആൻഡ് ഓർഗനൈസ്ഡ് ആക്ടിവിറ്റിയാണ് റിസർച്ച് എന്ന് പറയുന്നത്. റിസർച്ചിൻ്റെ സെൻട്രൽ പോയിന്റ് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒരു വാലിഡ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ മാത്രമേ റിസർച്ച് ഫ്രൂട്ട്ഫുൾ ആകും എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്തിടത്തോളം റിസർച്ച് എന്ന് പറയുന്നത് പർപ്പസ് ഇല്ലാത്ത ഒന്നാണ്. ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് പലപ്പോഴും ഒരു നോ ആയിരിക്കാം.
ഇപ്പം ഞാനൊരു മാനുഫാക്ചററാണ്, ഞാൻ എൻ്റെ പ്രൊഡക്റ്റിന് പുതിയൊരു ഫീച്ചർ ആഡ് ചെയ്തു. ആ പുതിയ ഫീച്ചർ ആഡ് ചെയ്തതിന് ശേഷം എൻ്റെ കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷനിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ടോ എന്ന് ഞാൻ റിസർച്ച് ചെയ്യുന്നു. പക്ഷേ അങ്ങനെ റിസർച്ച് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് പലപ്പോഴും ഒരു നോ ആയിരിക്കും. ആ ഒരു പുതിയ ഫീച്ചർ വന്നതുകൊണ്ട് എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഒന്നും ഇമ്പ്രൂവ് ആയിട്ടുണ്ടായിരിക്കത്തില്ല. പക്ഷേ നോ ആണെങ്കിൽ പോലും അതൊരു ആൻസറാണ്. ആ ആൻസറിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. ഒരു പ്രോപ്പറായിട്ടുള്ള ക്വസ്റ്റ്യനും അതിന് ഒരു ആൻസർ ഫൈൻഡ് ചെയ്യുന്നിടത്താണ് റിസർച്ചിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ റിസർച്ചിൻ്റെ ഒബ്ജക്റ്റീവ്സിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു ഗെയിൻ ഫെമിലാരിറ്റി വിത്ത് ഓർ ഫൈൻഡിങ് ന്യൂ ഇൻസൈറ്റ് ഇൻ ടു എ ഫിനോമിനോൺ. ഒരു ഫിനോമിനോണിനെ പരിചയപ്പെടുക, അതുമായിട്ട് ഫെമിലറൈസ് ആകുക, അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള ന്യൂ ഇൻസൈറ്റ് കളക്ട് ചെയ്യുക എന്നുള്ളത് റിസർച്ചിൻ്റെ പർപ്പസാണ്, അല്ലെങ്കിൽ റിസർച്ചിൻ്റെ ഒബ്ജക്റ്റീവാണ്. ഈ രീതിയിൽ പുതിയൊരു കാര്യത്തെപ്പറ്റി ഇൻസൈറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കണ്ടക്ട് ചെയ്യുന്ന തരം റിസർച്ചിനെ നമുക്ക് ഫോർമുലേറ്റീവ് റിസർച്ച് സ്റ്റഡീസ് എന്നോ എക്സ്പ്ലോറേറ്ററി റിസർച്ച് സ്റ്റഡീസ് എന്നോ ഒക്കെ പറയാനായിട്ട് സാധിക്കും. അപ്പോൾ റിസർച്ചിൻ്റെ ആദ്യത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ടു ഗെയിൻ ഫെമിലാരിറ്റി വിത്ത് എ ഫിനോമിനോൺ. ഒരു ഫിനോമിനോണുമായിട്ട് ഫെമിലാരിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് റിസർച്ചിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ആക്യുറേറ്റ്ലി പോർട്രേ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ, ഗ്രൂപ്പ് ഓർ എ സിറ്റുവേഷൻ. ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലിനെ പറ്റിയോ ഒരു ഗ്രൂപ്പിനെ പറ്റിയോ ഒരു സിറ്റുവേഷനെ പറ്റിയോ ഡിസ്ക്രൈബ് ചെയ്യുന്നതിനെയും റിസർച്ചിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു അനലൈസ് ദ ഫ്രീക്വൻസി വിത്ത് വിച്ച് സംതിങ് ഹാപ്പൻസ്. ഒരു കാര്യം എത്ര ഫ്രീക്വൻ്റ് ആയിട്ടാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഇത്ര സമയത്തിന് അകത്ത് എത്ര തവണ ഒരു കാര്യം നടക്കുന്നു എന്ന് നമ്മൾ നോക്കുന്നു. ഇതിനെ നമ്മൾ ഡയഗ്നോസ്റ്റിക് റിസർച്ച് സ്റ്റഡീസ് എന്നാണ് പറയുന്നത്. ഇത് സാധാരണഗതിയിൽ ഹെൽത്ത് സയൻസ് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലാണ് കൂടുതലായിട്ടും ഇത്തരം സ്റ്റഡീസ് നടക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു രോഗം, അതിൻ്റെ സിംറ്റംസ് എത്ര ഫ്രീക്വൻ്റ് ആയിട്ടാണ്, അതായത് ഇത്ര ടൈം പീരീഡിൽ എത്ര ഫ്രീക്വൻ്റ് ആയിട്ടാണ് അതിൻ്റെ സിംറ്റംസ് കാണിക്കുന്നതെന്ന് ഒരു ഡോക്ടർ സ്റ്റഡി ചെയ്യുന്നു. ഇതൊരു ഡയഗ്നോസ്റ്റിക് റിസർച്ചാണ്. അതിനകത്ത് നമ്മൾ ഫ്രീക്വൻസിയാണ് സ്റ്റഡി ചെയ്യുന്നത്. ഇത്തരം ആസ്പെക്റ്റുകളും റിസർച്ചിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് വരാറുണ്ട്. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ടു എക്സാമിൻ ദ ഹൈപ്പോത്തസിസ് ഓഫ് എ കാഷ്വൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിച്ച് ഒരു ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതും റിസർച്ചിൻ്റെ ഒബ്ജക്റ്റീവാണ്. ഇത്തരം റിസർച്ചിനെ നമ്മൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് റിസർച്ച് സ്റ്റഡീസ് എന്ന് പറയുന്നു. അപ്പോൾ റിസർച്ചിൻ്റെ ഒബ്ജക്റ്റീവ്സ് 4 നമ്മൾ ഡിസ്കസ് ചെയ്തു. ആദ്യത്തേത് ഒരു ഫിനോമിനോണിനെ ഫെമിലറൈസ് ചെയ്യുക. രണ്ടാമത്തേത് ഒരു ഇൻഡിവിജ്വലിനെയോ ഇവൻറ്റിനെയോ ഗ്രൂപ്പിനെയോ ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യുക. മൂന്നാമത്തേത് ഫ്രീക്വൻസി, എത്ര ഫ്രീക്വൻ്റ്ലി ആണ് ഒരു കാര്യം ഒക്കർ ചെയ്യുന്നതെന്ന് പഠിക്കുക. ഏറ്റവും ലാസ്റ്റ് പറഞ്ഞത് 2 വേരിയബിളുകൾ തമ്മിലുള്ള കാഷ്വൽ റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യുക. ഈ 4 കാര്യങ്ങളാണ് റിസർച്ചിൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. അപ്പോൾ റിസർച്ച് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് എന്താണ് റിസർച്ച് മെത്തഡോളജി എന്ന് പഠിക്കണം. റിസർച്ച് മെത്തഡോളജി എന്താണെന്ന് ചോദിച്ചാൽ, റിസർച്ച് മെത്തഡോളജി ഈസ് എ സയൻസ് ഓഫ് സ്റ്റഡിയിങ് ഹൗ റിസർച്ച് ഈസ് കണ്ടക്റ്റഡ് സയൻറ്റിഫിക്കലി. ഒരു റിസർച്ച് സയൻറ്റിഫിക്കലായിട്ട് കണ്ടക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കുന്നതിനെയാണ് റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നത്. ഹൗ എ റിസർച്ച് ഈസ് കണ്ടക്റ്റഡ് എന്നതിൻ്റെ ഉത്തരമാണ് റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു റിസർച്ച് നടത്തപ്പെട്ടത് എന്ന് പഠിക്കുന്നതിനെയാണ് റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നത്. ഈ റിസർച്ച് മെത്തഡോളജിയിൽ നമ്മൾ മെയിനായിട്ടും പഠിക്കുന്നത് ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ്. ഒരു റിസർച്ചിൽ എന്തൊക്കെ സ്റ്റെപ്സ് ആണുള്ളത്, എന്തൊക്കെ സ്റ്റെപ്സ് എടുത്തുകൊണ്ടാണ് നമ്മളൊരു ക്വസ്റ്റ്യനിൽ നിന്നും ഒരു ആൻസറിലേക്ക് എത്തിച്ചേരുന്നത്. ആ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് പഠിച്ചാൽ മാത്രം പോരാ, ആ ഓരോ സ്റ്റെപ്സിൻ്റെയും പുറകിലുള്ള ലോജിക്ക് എന്താണെന്ന് കൂടി പഠിക്കുന്നതാണ് റിസർച്ച് മെത്തഡോളജി. ഓക്കെ ആണല്ലോ. അപ്പോൾ റിസർച്ച് മെത്തഡോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യപ്പെടുന്നതെന്ന് പഠിക്കുന്നു. ആ റിസർച്ചിൽ വരുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നും ആ ഓരോ സ്റ്റെപ്സിൻ്റെയും ലോജിക്ക് എന്താണെന്നും പഠിക്കുന്നതിനെയാണ് നമ്മൾ റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നത്. അപ്പോൾ റിസർച്ച് എന്താണെന്നും റിസർച്ച് മെത്തഡോളജി എന്താണെന്നും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനിയും റിസർച്ച് മെത്തഡോളജി എന്നുള്ളൊരു ടേം പറയുമ്പോൾ നമുക്ക് ഡൗട്ട് വരുന്ന മറ്റൊരു ടേമാണ് റിസർച്ച് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് റിസർച്ച് മെത്തേഡും എന്താണ് റിസർച്ച് മെത്തഡോളജി എന്ന് നമുക്കൊന്ന് നോക്കാം. അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. റിസർച്ച് മെത്തഡോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യപ്പെടുന്നതെന്ന് പഠിക്കുകയാണ്. ഹൗ എ റിസർച്ച് ഇസ് കണ്ടക്റ്റഡ് എന്നുള്ളതാണ് റിസർച്ച് മെത്തഡോളജിക്കകത്ത് നമ്മൾ പഠിക്കുന്നത്. അതേസമയം റിസർച്ച് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൾ ടെക്നിക്സ്, സ്ട്രാറ്റജീസ് ആൻഡ് ടൂൾസ് എംപ്ലോയ്ഡ് ബൈ എ റിസർച്ചർ ടു കംപ്ലീറ്റ് ദ സ്റ്റഡി
ആൻഡ് ഫൈൻഡ് സൊല്യൂഷൻ ടു എ റിസർച്ച് പ്രോബ്ലം. ഒരു റിസർച്ച് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി, ഒരു റിസർച്ച് അണ്ടർടേക്ക് ചെയ്യാൻ വേണ്ടി ഒരു റിസർച്ചർ എന്തൊക്കെ ടെക്നിക്സും സ്ട്രാറ്റജീസും ടൂൾസും അഡോപ്റ്റ് ചെയ്യുന്നു എന്ന് പഠിക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ ടൂൾസും ടെക്നിക്സും ആണോ അഡോപ്റ്റ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ റിസർച്ച് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ മീനിങ്ങിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്. റിസർച്ച് മെത്തഡോളജി എന്ന് പറയുമ്പോൾ റിസർച്ചിൻ്റെ എല്ലാ ആസ്പെക്റ്റുകളും കവർ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതൊരു വൈഡർ ടേമാണ്. ഈ റിസർച്ച് മെത്തഡോളജി ഒരു വൈഡർ ടേം ആകുമ്പോൾ അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് റിസർച്ച് മെത്തേഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതൊരു നാരോവർ കോൺസെപ്റ്റാണ്. റിസർച്ച് മെത്തേഡ് എന്ന് പറയുന്ന ഒരു നാരോവർ കോൺസെപ്റ്റും റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നത് ഒരു വൈഡർ ടേമുമാണ്. അടുത്തത് നമുക്ക് പറയാൻ പറ്റും, റിസർച്ച് മെത്തഡോളജി ഒരു വൈഡർ ടേം ആയതുകൊണ്ട് തന്നെ റിസർച്ച് മെത്തഡോളജിയുടെ ഒരു ഭാഗം മാത്രമാണ് റിസർച്ച് മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു ഹോൾ റിസർച്ച് എങ്ങനെ നടക്കുന്നു എന്ന് സ്റ്റഡി ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് അതിൽ അപ്ലൈ ചെയ്യുന്ന ടൂളുകൾ ഏതൊക്കെയാണ് ടെക്നിക്സ് എന്ന് പഠിക്കുന്നത്. അപ്പോൾ റിസർച്ച് മെത്തഡോളജി ഒരു വൈഡർ ടേമാണ്, അത് റിസർച്ച് മെത്തേഡിനെയും കൂടെ ഉൾക്കൊള്ളുന്നു. ഇനി മെയിനായിട്ട് പറയേണ്ട അടുത്ത ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്, റിസർച്ച് മെത്തഡോളജിയിൽ നമ്മൾ എന്ത് പഠിക്കുന്നു? ഹൗ ഡിഡ് ദ റിസർച്ചർ കംപ്ലീറ്റ് ഹിസ് സ്റ്റഡി? എങ്ങനെയാണ് ഒരു റിസർച്ചർ അയാളുടെ സ്റ്റഡി കംപ്ലീറ്റ് ചെയ്യുന്നതെന്നാണ് റിസർച്ച് മെത്തഡോളജിയിൽ പഠിക്കുന്നത്. അതേസമയം റിസർച്ച് മെത്തേഡ് എന്താണ് പറയുന്നത്? വാട്ട് ഡിഡ് ദ റിസർച്ചർ യൂസ് ടു കംപ്ലീറ്റ് ഹിസ് റിസർച്ച്? അയാളുടെ റിസർച്ച് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു റിസർച്ചർ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് പറയുമ്പോൾ അത് റിസർച്ച് മെത്തേഡും, എങ്ങനെയാണ് ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അത് റിസർച്ച് മെത്തഡോളജിയും ആകുന്നു. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഒരു റിസർച്ച് അണ്ടർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സ്റ്റെപ്സുകളും ഉൾക്കൊള്ളുന്നതാണ് റിസർച്ച് മെത്തഡോളജി. റിസർച്ചർ യൂസ് ചെയ്യുന്ന ടെക്നിക്സും ടൂൾസും മാത്രം ഉൾക്കൊള്ളുന്നതാണ് റിസർച്ച് മെത്തേഡ്. റിസർച്ച് മെത്തേഡ് എന്ന് പറയുന്നത് റിസർച്ച് മെത്തഡോളജിയുടെ ഒരു ഭാഗമാണ്. റിസർച്ച് മെത്തഡോളജി ഹൗ എ റിസർച്ച് ഈസ് കണ്ടക്റ്റഡ് എന്നതിൻ്റെ ഉത്തരവും, റിസർച്ച് മെത്തേഡ് വാട്ട് ഈസ് യൂസ്ഡ് ബൈ ദ റിസർച്ചർ ടു കംപ്ലീറ്റ് ഹിസ് റിസർച്ച് എന്നതിൻ്റെ ഉത്തരവുമാകുന്നു. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ നാച്ചുറൽ ആൻഡ് സോഷ്യൽ സയൻസ് റിസർച്ചിനെ പറ്റിയാണ് പരിചയപ്പെടാൻ പോകുന്നത്. നാച്ചുറൽ സയൻസ് റിസർച്ച് എന്താണ്? സോഷ്യൽ സയൻസ് റിസർച്ച് എന്താണ്? നാച്ചുറൽ സയൻസ് റിസർച്ചും സോഷ്യൽ സയൻസ് റിസർച്ചും തമ്മിൽ ഡിഫറൻസ് വരുന്നതെന്ന് പറഞ്ഞാൽ അത് ഏത് ഡിസിപ്ലിൻസിലാണ് അപ്ലൈ ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ബേസിസിലാണ്. നാച്ചുറൽ സയൻസ് സബ്ജക്റ്റുകൾ അപ്ലൈ ചെയ്യുന്ന റിസർച്ച് നാച്ചുറൽ സയൻസ് റിസർച്ചും, സോഷ്യൽ സയൻസ് റിലേറ്റഡ് ഡിസിപ്ലിൻസിൽ നടത്തുന്ന റിസർച്ചിനെ നമ്മൾ സോഷ്യൽ സയൻസ് റിസർച്ച് എന്നും പറയുന്നു. എക്സാമ്പിൾ പറഞ്ഞാൽ നാച്ചുറൽ സയൻസ് സബ്ജക്റ്റുകളായ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പോലത്തെ സബ്ജക്റ്റുകളിലെ റിസർച്ചിനെ നമ്മൾ നാച്ചുറൽ സയൻസ് റിസർച്ച് എന്നും, സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകളായ ഹിസ്റ്ററി, സോഷ്യോളജി, ഇക്കണോമിക്സ് പോലത്തെ സബ്ജക്റ്റുകളിൽ നടക്കുന്ന റിസർച്ചിനെ സോഷ്യൽ സയൻസ് റിസർച്ച് എന്നും പറയുന്നു. അപ്പോൾ ഡിസിപ്ലിൻസിൻ്റെ ബേസിസിലാണ് നമ്മൾ റിസർച്ചിനെ നാച്ചുറൽ സയൻസ് റിസർച്ച് എന്നും സോഷ്യൽ സയൻസ് റിസർച്ച് എന്നും രണ്ടായിട്ട് തിരിക്കുന്നത്. ഒന്നുകൂടി പറയാം, നാച്ചുറൽ സയൻസ് സബ്ജക്റ്റ് റിലേറ്റഡ് സ്റ്റഡീസ് ആണെങ്കിൽ അതിനെ നാച്ചുറൽ സയൻസ് റിസർച്ച് എന്നും, സോഷ്യൽ സയൻസ് റിലേറ്റഡ് സ്റ്റഡീസ് ആണെങ്കിൽ അതിനെ സോഷ്യൽ സയൻസ് റിസർച്ച് എന്നും പറയുന്നു. ഇനി നമുക്ക് സോഷ്യൽ സയൻസ് റിസർച്ചും നാച്ചുറൽ സയൻസ് റിസർച്ചും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് പരിചയപ്പെടാം. ആദ്യത്തെ ഡിഫറൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നാച്ചുറൽ സയൻസ് സബ്ജക്റ്റുകളിലാണ് റിസർച്ച് നടക്കുന്നതെങ്കിൽ അത് നാച്ചുറൽ സയൻസ് റിസർച്ചും, സോഷ്യൽ സയൻസ് റിലേറ്റഡ് സബ്ജക്റ്റുകളിലാണ് റിസർച്ച് നടക്കുന്നതെങ്കിൽ അത് സോഷ്യൽ സയൻസ് റിസർച്ചും ആണ്. ഇനിയും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത്, സോഷ്യൽ സയൻസ് റിസർച്ചിൽ എപ്പോഴും നമ്മൾ ഹ്യൂമൻ ബീയിങ്സും അതിൻ്റെ ഇൻ്ററാക്ഷൻസിനെയും പറ്റിയായിരിക്കും പഠിക്കുന്നത്. അതേസമയം യൂണിവേഴ്സും അതിൻ്റെ വർക്കിങ്ങിനെ പറ്റിയുമാണ് പഠിക്കുന്നതെങ്കിൽ അത് നാച്ചുറൽ സയൻസ് റിസർച്ചായിട്ട് മാറുന്നു. ഹ്യൂമൻ ബീയിങ്സും അതിൻ്റെ ഇൻട്രാക്ഷനും ആണെങ്കിൽ സോഷ്യൽ സയൻസ് റിസർച്ചും, യൂണിവേഴ്സും അതിൻ്റെ വർക്കിങ്ങും ഒക്കെയാണ് പഠിക്കുന്നതെങ്കിൽ അത് നാച്ചുറൽ സയൻസ് റിസർച്ചും ആകുന്നു. ഇനി അടുത്തത് പറയാനുള്ളത്, സോഷ്യൽ സയൻസ് റിസർച്ചിൽ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിൻ്റെ കോസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഹ്യൂമൻ ഇൻട്രാക്ഷൻ ആയിരിക്കും. അതിനൊരു കോസ് ഉണ്ടാവും, അതൊരു മനുഷ്യൻ്റെ ഇടപെടൽ മൂലമുണ്ടാകുന്ന ഒരു പ്രശ്നമായിരിക്കും. അപ്പോൾ അത് സോഷ്യൽ സയൻസ് റിസർച്ചായി. ഇനിയും നാച്ചുറലി ഒക്കർ ചെയ്യുന്നൊരു കാര്യത്തെപ്പറ്റി പഠിക്കുകയാണെങ്കിൽ അത് നാച്ചുറൽ സയൻസ് റിസർച്ചാണ്. അതിനകത്ത് ഹ്യൂമൻ ഇൻ്റർവെൻഷൻസ് ഒന്നും തന്നെ ഇല്ല. ഇപ്പം വനനശീകരണത്തെ പറ്റി പഠിക്കുന്നു. മനുഷ്യനാണല്ലോ മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നത്. അപ്പോൾ വനനശീകരണം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ സോഷ്യൽ റിലേറ്റഡ് ഇഷ്യൂ ആണ്. അതുകൊണ്ട് തന്നെ അതിനെ സോഷ്യൽ സയൻസ് റിസർച്ച് റിലേറ്റഡ് ആയിട്ട് പറയാനായിട്ട് പറ്റും. പക്ഷേ നമ്മൾ ഭൂമിയുടെ ഭ്രമണത്തെ പറ്റി പഠിക്കുന്നു. ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നതിനെ പറ്റി പഠിക്കുമ്പോൾ അതിന് ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ഒന്നുമില്ല, മനുഷ്യനകത്ത് ഒന്നും ചെയ്യുന്നില്ല. അത് നാച്ചുറലി നടക്കുന്നൊരു പ്രോസസ്സ് ആയതുകൊണ്ട് അതിനെ നമുക്ക് നാച്ചുറൽ സയൻസ് റിസർച്ച് എന്ന് പറയാനായിട്ട് പറ്റുന്നു. ഇനി അതല്ല, മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ റോഡിൽ കൂടി ഒരു ദിവസം നടന്നു വരുമ്പോൾ ഒരു മരത്തിൻ്റെ ശാഖ ഒടിഞ്ഞു കിടക്കുന്നത് കാണുന്നു. അപ്പം ഇതെന്താണ് റീസൺ എന്ന് നോക്കുമ്പോൾ അതൊരു മനുഷ്യനെ വെട്ടിയിട്ടിട്ടുള്ളതാണെങ്കിൽ, വെട്ടി നശിപ്പിച്ചതാണെങ്കിൽ അത് സോഷ്യൽ സയൻസ് റിസർച്ചിൻ്റെ വ്യൂ പോയിന്റിലും, അത് തന്നെ ഒരു കൊടുങ്കാറ്റിൽ വീണ് പോയതാണെങ്കിൽ നാച്ചുറൽ സയൻസ് റിസർച്ചിൻ്റെ എക്സാമ്പിളുമായിട്ട് മാറുന്നു.
അപ്പോൾ ഈ രീതിയിൽ ഹ്യൂമൻ ഇൻ്റർവെൻഷനാണ് ഒരു കോഴ്സായിട്ട് മാറുന്നതെങ്കിൽ അത് എന്ത് തരം റിസർച്ചാണ്? സോഷ്യൽ സയൻസ് റിസർച്ചും. നാച്ചുറലി സംഭവിക്കുന്നതാണെങ്കിൽ അത് നാച്ചുറൽ സയൻസ് റിസർച്ചുമാണ്. സോഷ്യൽ സയൻസ് റിസർച്ചിൽ നമ്മൾ സർവേസും ഇൻ്റർവ്യൂസും ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻസും ഒക്കെയാണ് ടൂൾസായിട്ട് യൂസ് ചെയ്യുന്നത്. സർവേയും ഇൻ്റർവ്യൂ ഒക്കെ നടത്തിയിട്ടാണ് നമ്മൾ സോഷ്യൽ സയൻസ് റിസർച്ചിന് വേണ്ടതായിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്യുകയും റിസർച്ച് കണ്ടക്ട് ചെയ്യുകയും ചെയ്യുന്നത്. പക്ഷേ നാച്ചുറൽ സയൻസ് റിസർച്ച് ആണെങ്കിൽ ഇറ്റ് ഈസ് പ്യുവർലി എക്സ്പെരിമെൻ്റൽ ഇൻ നേച്ചർ. പരീക്ഷണങ്ങൾ നടത്തി അതിൽ നിന്നാണ് നമ്മൾ നാച്ചുറൽ സയൻസ് റിസർച്ചിൽ ഒരു റിസൾട്ടിലേക്ക് എത്തിച്ചേരുന്നത്. ഇനി ലാസ്റ്റ് പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. കമ്പാരിറ്റീവ്ലി സോഷ്യൽ സയൻസ് റിലേറ്റഡ് സ്റ്റഡീസിന് കോസ്റ്റ് കുറവാണ്. പക്ഷേ നാച്ചുറൽ സയൻസ് റിലേറ്റഡ് റിസർച്ച് വരുമ്പോൾ അത് കുറച്ചും കൂടെ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു കാര്യമാണ്. സോഷ്യൽ സയൻസ് റിസർച്ചിന് എപ്പോഴും കോസ്റ്റ് കുറവാണെന്നോ കോസ്റ്റ് ഇല്ലെന്നോ അല്ല അർത്ഥം. പക്ഷേ നാച്ചുറൽ സയൻസ് റിലേറ്റഡ് സ്റ്റഡീസ് വരുമ്പോൾ കമ്പാരിറ്റീവ്ലി സോഷ്യൽ സയൻസ് റിസർച്ചിന് കോസ്റ്റ് കുറവാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റിസർച്ച് എന്താണ്, റിസർച്ച് മെത്തഡോളജി എന്താണ്, സോഷ്യൽ സയൻസ് റിസർച്ച് എന്താണ്, നാച്ചുറൽ സയൻസ് റിസർച്ച് എന്താണെന്നൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഓൾറെഡി ഏതെങ്കിലുമൊക്കെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വന്നു കഴിഞ്ഞിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ഓൾറെഡി UGC നെറ്റ് ജൂൺ 2015 ചോദിച്ചു കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഓരോ സ്റ്റേറ്റ്മെൻറ്റും നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ദ മീനിങ് ഓഫ് റിസർച്ച് ആർ കറക്റ്റ്? താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളിൽ റിസർച്ചിൻ്റെ മീനിങ്ങിനെ പറ്റി പറയുന്നതിൽ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് കണ്ടെത്തുക. ഓക്കെ, റിസർച്ചിൻ്റെ മീനിങ്ങിനെ പറ്റി പറയുന്നതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് റിസർച്ച് റെഫർ ടു എ സീരീസ് ഓഫ് സിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി ഓർ ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ടു ഫൈൻഡ് ഔട്ട് എ സൊല്യൂഷൻ ഓഫ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താനുള്ള സിസ്റ്റമാറ്റിക് ആക്ടിവിറ്റീസിൻ്റെ ഒരു സീരീസിനെയാണ് നമ്മൾ റിസർച്ച് എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കിയേ, കറക്റ്റാണോ? നമ്മൾ മീനിങ് പറയുന്ന സമയത്ത് തന്നെ ഓൾറെഡി പറഞ്ഞതാണ്. റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താനുള്ള ഒരു പ്രോസസ്സാണ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് ആണല്ലോ. അപ്പം ആദ്യത്തെ ഓപ്ഷൻ കറക്റ്റാണ്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക്, ലോജിക്കൽ ആൻഡ് ആൻ അൺബയാസ്ഡ് പ്രോസസ് വെയറിൻ വെരിഫിക്കേഷൻ ഓഫ് ഹൈപ്പോത്തസിസ്, ഡേറ്റ അനാലിസിസ്, ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് ഫോർമേഷൻ ഓഫ് പ്രിൻസിപ്പിൾസ് ക്യാൻ ബി ഡൺ. അപ്പോൾ റിസർച്ചിൻ്റെ സ്റ്റെപ്സ് ആണല്ലേ, സ്റ്റേജസ് ആണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞു കഴിഞ്ഞു റിസർച്ച് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ഹൈപ്പോത്തസിസ് കാണും. ആ ഹൈപ്പോത്തസിസ് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഡേറ്റ കളക്ട് ചെയ്ത് ആ ഡേറ്റ അനലൈസ് ചെയ്ത് ഇൻ്റർപ്രിറ്റ് ചെയ്ത് ഒരു പ്രിൻസിപ്പിളിൻ്റെ ഡെവലപ്മെൻറ്റിലേക്ക് എത്തിച്ചേരുന്നതിനെ നമുക്ക് റിസർച്ച് എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ കറക്റ്റ് ആണോ? ഇറ്റ്സ് എ സിസ്റ്റമാറ്റിക്, ലോജിക് ആൻഡ് അൺബയാസ്ഡ് പ്രോസസ്. സിസ്റ്റമാറ്റിക്കും ലോജിക്കും നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഇതൊരു അൺബയാസ്ഡ് പ്രോസസ്സാണ്. അതായത് റിസർച്ചറിൻ്റെ ഭാഗത്തു നിന്നുള്ള യാതൊരു തരം ബയാസും ഇല്ലാത്ത ഒരു പ്രോസസ്സാണ് റിസർച്ച് എന്ന് പറയുന്നത്. ആ റിസർച്ചിനകത്ത് ഹൈപ്പോത്തസിസ് ഡെവലപ്മെൻറ്റും ഡേറ്റ അനാലിസിസും ഇൻ്റർപ്രിട്ടേഷനും പ്രിൻസിപ്പിൾ ഡെവലപ്മെൻറ്റും ഒക്കെ വരുന്നുണ്ടല്ലേ, നമ്മളത് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ? കറക്റ്റാണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇറ്റ് ഈസ് ആൻ ഇൻ്റലക്ച്വൽ എൻക്വയറി ഓർ ക്വസ്റ്റ് ടുവേർഡ് ട്രൂത്ത്. സത്യം, ഒരു ട്രൂത്ത് കണ്ടെത്താനുള്ള, ഒരു ഫാക്റ്റ് കണ്ടെത്താനുള്ളൊരു യാത്രയാണ് എന്തെന്ന് പറയുന്നത് റിസർച്ച്. നമ്മൾ പറഞ്ഞല്ലോ, ഇറ്റ്സ് എ ജേർണി ഓഫ് ഡിസ്കവറി ആണ്. വോയേജ് ഓഫ് ഡിസ്കവറി എന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അത് തന്നെ മറ്റൊരു രീതിയിൽ പറഞ്ഞേക്കാണ്. ഇറ്റ് ഈസ് ആൻ ഇൻ്റലക്ച്വൽ എൻക്വയറി ഓർ ക്വസ്റ്റ് ടുവേർഡ്സ് ട്രൂത്ത്. സത്യം കണ്ടെത്താനുള്ളൊരു യാത്രയാണ് അല്ലെങ്കിൽ ഒരു എൻക്വയറിയാണ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ് പറയുന്നത്? ഇറ്റ് ലീഡ്സ് ടു എൻഹാൻസ്മെൻറ്റ് ഓഫ് നോളജ്. നമ്മൾ റിസർച്ച് പറഞ്ഞു തുടങ്ങിയത് തന്നെ നോളജ് അക്വയർ ചെയ്യാനുള്ളൊരു സെർച്ചാണ്, അല്ലെങ്കിൽ നോളജ് അക്വയർ ചെയ്യാനുള്ളൊരു പ്രോസസ്സാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ റിസർച്ചിനെ പറ്റി പറഞ്ഞ് തന്നെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഒരു സംശയവും വേണ്ട, നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റായ ഇറ്റ് ലീഡ്സ് ടു എൻഹാൻസ്മെൻറ്റ് ഓഫ് നോളജ് എന്ന സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അപ്പം നമുക്ക് എന്താണ് കിട്ടിയത്? നമ്മുടെ 4 സ്റ്റേറ്റ്മെൻറ്റുകളിൽ 4 എണ്ണവും കറക്റ്റാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റായ സിസ്റ്റമാറ്റിക് സീരീസ് ഓഫ് ആക്ടിവിറ്റി എന്നുള്ളതും, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റായ സിസ്റ്റമാറ്റിക്, ലോജിക്കൽ ആൻഡ് അൺബയാസ്ഡ് പ്രോസസ് എന്നുള്ളതും, മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റായ സെർച്ച് ഫോർ ഫൈൻഡിങ് ഔട്ട് എ ട്രൂത്ത് എന്നുള്ളതും, ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റായ ലീഡ്സ് ടു എൻഹാൻസ്മെൻറ്റ് ഓഫ് നോളജ്. ഈ 4 കാര്യങ്ങളും റിസർച്ചിൻ്റെ ഫീച്ചറായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളതും ഡിസ്കസ് ചെയ്തതുമാണ്. അപ്പോൾ ഈ 4 സ്റ്റേറ്റ്മെൻറ്റും ശരിയായതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ഏതായിരിക്കും നോക്കിയേ?
അപ്പം നമ്മൾ 4 ഓപ്ഷൻസിൽ 4ാമത്തെ ഓപ്ഷനാണ് നമുക്ക് ഏറ്റവും കറക്റ്റായിട്ട് വന്നിട്ടുള്ളത്. തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിൽ 4 എണ്ണം എയും ബിയും സിയും ഡിയും കറക്റ്റാണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എ, ബി, സി ആൻഡ് ഡി ഓർ ഓൾ ഓഫ് ദിസ് ആർ കറക്റ്റ്. അപ്പോൾ ഫസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഫസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് എല്ലാവർക്കും ഈ ഒരു ക്ലാസ്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ റിസർച്ചേഴ്സ് ഓൾവേസ് ഡാഷ്. റിസർച്ചേഴ്സ് ഓൾവേസ് എന്താണ്? റിസർച്ച് എന്ന് വെച്ചാൽ എന്താണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അതിന് നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയേ. റിസർച്ചേഴ്സ് ഫോർ വെരിഫൈയിങ് ദ ഓൾഡ് നോളജ്. ഓൾറെഡി ഉള്ള നോളജിനെ വെരിഫൈ ചെയ്യുന്ന എന്തോ ഒന്നാണ് റിസർച്ച്. ഓക്കെ, വായിച്ചു നോക്കുക, എന്നിട്ട് കറക്റ്റാണോ എന്ന് ആലോചിക്കുക. ബി എന്ന് പറയുന്നത് എക്സ്പ്ലോറിങ് ന്യൂ നോളജ്. പുതിയ നോളജ് അക്വയർ ചെയ്യാനുള്ളൊരു പ്രോസസ്സാണ് റിസർച്ച് എന്ന് നമ്മൾ പഠിച്ചതാണ് അല്ലേ. 3ാമത്തേത് ഫില്ലിങ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ നോളജ്. നോളജിനകത്തുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യുക, നമ്മൾ അറിയാത്ത കാര്യം കൂടെ നമ്മുടെ അറിവിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളത് റിസർച്ചിൻ്റെ ഫീച്ചറാണ് അല്ലേ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നോക്കുമ്പോൾ 3ഉം റിസർച്ചിൻ്റെ പർപ്പസ് ആണെന്ന് പറയാനായിട്ട് പറ്റും. ആദ്യത്തെ വെരിഫൈങ് ദ ഓൾഡ് നോളജ് കറക്റ്റാണ്. എക്സ്പ്ലോറിങ് ന്യൂ നോളജ് കറക്റ്റാണ്. സി ഫില്ലിങ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ നോളജ് 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഓൾ ഓഫ് ദിസ്. ഈ പറഞ്ഞിട്ടുള്ള എല്ലാം തന്നെ റിസർച്ചിൻ്റെ പർപ്പസായിട്ട് പറയാനായിട്ട് പറ്റും. റിസർച്ചേഴ്സ് ഓൾവേസ് വെരിഫൈങ് ദ ഓൾഡ് നോളജ്, എക്സ്പ്ലോറിങ് ന്യൂ നോളജ്, ഫില്ലിങ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ നോളജ്. അപ്പോൾ നമ്മുടെ ഈ അറിവ് വെച്ചിട്ട് ഈ ആൻസർ കറക്റ്റ് ആണോ നോക്കണമല്ലോ. ഇത് UGC നെറ്റ് ഡിസംബർ 2018 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം UGC നെറ്റിൻ്റെ കീ അനുസരിച്ച് എന്താണ് നമ്മുടെ ആൻസർ? ഓൾ ഓഫ് ദിസ് ആണ്. ഈ 3 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കി, 2നും നമുക്ക് ആൻസർ കിട്ടി. ഇനി നമുക്ക് കുറച്ച് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് റിസർച്ച്? നിങ്ങൾ ഒന്ന് ആ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് നോക്കുക, മനസ്സിൽ വരുന്ന ഉത്തരം ഒന്ന് ആലോചിച്ച് വെക്കുക. വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് റിസർച്ച്? ആദ്യത്തെ ഓപ്ഷൻ ടു ഇംപ്ലിമെൻറ്റ് പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ബി ടു സെർച്ച് ഫോർ നോളജ്. നോളജിന് വേണ്ടിയിട്ടുള്ളൊരു സെർച്ചാണ് റിസർച്ച്. സി എന്ന് പറയുന്നത് ടു എൻ്റർടൈൻമെൻറ്റ്, വെറുതെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി റിസർച്ച് ചെയ്യുന്നു. ലാസ്റ്റ് വൺ ടു ടീച്ച് സ്കിൽസ് പഠിപ്പിച്ചു കൊടുക്കുക. ഇതിൽ ഏതാണ് റിസർച്ചിൻ്റെ പർപ്പസായിട്ട് വരാൻ പോകുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കി. ഏറ്റവും ആപ്റ്റായിട്ട് നമുക്ക് വന്നിട്ടുള്ള ആൻസർ ഏതായിരിക്കും? ഇംപ്ലിമെൻറ്റ് പോളിസീസ് ആണോ, എൻ്റർടൈൻ ആണോ, ടു ടീച്ച് സ്കിൽസ് ആണോ? ഒന്നുമല്ലല്ലേ, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. എന്താണ് റിസർച്ചിൻ്റെ പർപ്പസ് എന്ന് ചോദിക്കുമ്പോൾ ടു സെർച്ച് ഫോർ നോളജ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ടു സെർച്ച് ഫോർ നോളജ്. ഓക്കെ, ക്ലിയർ ആണല്ലോ, ഡൗട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ അടുത്ത MCQ നോക്കാം. 4ാമത്തെ MCQ എന്ന് പറയുന്നത് റിസർച്ചേഴ്സ് ബെസ്റ്റ് ഡിസ്ക്രൈബ്ഡ് അസ്. റിസർച്ചിനെ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം എന്ന് ചോദിച്ചാൽ എ ഫോം ഓഫ് ആർട്ട്, ഒരു തരത്തിലുള്ള കലയാണ്. എ സിസ്റ്റമാറ്റിക് സെർച്ച് ഫോർ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനുള്ള ഒരു സിസ്റ്റമാറ്റിക് സെർച്ചാണ്. 3ാമത്തെ ഓപ്ഷൻ എ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ, എന്തോ കുറച്ച് കണക്കുകൂട്ടലുകളാണ്. അല്ലെങ്കിൽ എ ഹിസ്റ്റോറിക്കൽ സ്റ്റഡിയാണ്. 4ാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ സ്റ്റഡിയാണ്. നമുക്കധികം പറയാതെ തന്നെ ഉത്തരത്തിലേക്ക് ചേരാൻ പറ്റുമല്ലോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. എ സിസ്റ്റമാറ്റിക് സെർച്ച് ഫോർ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനുള്ളൊരു സിസ്റ്റമാറ്റിക് സെർച്ചാണ്. അതിൽ സിസ്റ്റമാറ്റിക്, സയൻറ്റിഫിക് തുടങ്ങിയ ടേംസുകൾ വരുവാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടും അത് ഓർത്തിരിക്കുക. കാരണം നമുക്ക് എല്ലാം ശരിയല്ലേന്ന് തോന്നുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് വരും. പക്ഷെ അതിലേതെങ്കിലും സിസ്റ്റമാറ്റിക്കോ സയൻറ്റിഫിക്കോ തുടങ്ങിയ ടേംസ് ഉണ്ടെങ്കിൽ എപ്പോഴും റിസർച്ചിൻ്റെ ആൻസറായിട്ട് വരുന്നത് അതായിരിക്കും. അപ്പോൾ നമ്മളത് തെറ്റിപ്പോവാതെ എപ്പോഴും ഓർത്തിരിക്കുക. സിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ സയൻറ്റിഫിക് പ്രോസസ് ഓഫ് ഇൻവെസ്റ്റിഗേഷനാണ് റിസർച്ച് എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യനിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി എന്തായിരുന്നു? സിസ്റ്റമാറ്റിക് സെർച്ച് ഫോർ ഇൻഫർമേഷൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വൺ ഓഫ് ദ പർപ്പസസ് ഓഫ് റിസർച്ചിൻ്റെ പർപ്പസസുകളിൽ ഒന്ന് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ടു ഫൈൻഡ് ന്യൂ എൻ്റർടൈൻമെൻറ്റ് മെത്തേഡ്സ്, എന്തെങ്കിലും പുതിയ എൻ്റർടൈൻമെൻറ്റ് മെത്തേഡ്സ് കണ്ടെത്തുക. അല്ലെങ്കിൽ ടു ഡിസ്കവർ ന്യൂ ഫാക്ട്സ്. 3ാമത്തേത് ടു ഓർഗനൈസ് ഇവൻറ്റ്സ്. ആൻഡ് 4ാമത്തേത് ടു ക്രിയേറ്റ് ന്യൂ ലാംഗ്വേജസ്, പുതിയ ലാംഗ്വേജസ് ഡെവലപ്പ് ചെയ്തെടുക്കുക. അധികം പറയാതെ തന്നെ നമുക്കറിയാവുന്ന ഈസി ക്വസ്റ്റ്യൻ ആണല്ലോ. ഏതാണ് ഇതിൽ ആൻസർ? പുതിയ എൻ്റർടൈൻമെൻറ്റ് മെത്തേഡ് ഉണ്ടാക്കിയെടുക്കുകയോ ഇവൻറ്റ് ഓർഗനൈസ് ചെയ്യുകയോ പുതിയ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തെടുക്കുകയോ എന്ന് പറയുന്നത് ഒന്നുമല്ലല്ലോ റിസർച്ചിൻ്റെ പർപ്പസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഒരു പുതിയ ഫാക്റ്റ് കണ്ടെത്തുകയോ എക്സിസ്റ്റിംഗ് ഫാക്റ്റിനെ വെരിഫൈ ചെയ്യുകയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ റിസർച്ചിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. അതിൽ ഉള്ള ആദ്യത്തെ പർപ്പസ് ഇതിനകത്ത് നമ്മുടെ ഓപ്ഷനകത്ത് കിടപ്പുണ്ട്. ഏതാണത്? ടു ഡിസ്കവർ ന്യൂ ഫാക്റ്റ്. അപ്പോൾ അതാണ് ആൻസർ. ഓപ്ഷൻ ബി അല്ലേ,
ടു ഡിസ്കവർ ന്യൂ ഫാക്റ്റ് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസർ. കറക്റ്റ് ആണോ നോക്കാം. ടു ഡിസ്കവർ ന്യൂ ഫാക്റ്റ് ആണ് റിസർച്ചിൻ്റെ വൺ ഓഫ് ദ പർപ്പസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റിസർച്ച് എന്താണ്, റിസർച്ച് മെത്തഡോളജി എന്താണ്, നാച്ചുറൽ സയൻസ് റിസർച്ച്, സോഷ്യൽ സയൻസ് റിസർച്ച് തുടങ്ങി കുറച്ച് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ പരിചയപ്പെട്ടു. അതിനുശേഷം കുറച്ച് MCQസും പ്രീവിയസ് ക്വസ്റ്റ്യൻസും പരിചയപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.